തെക്കുദേശക്കാരനായ ഒരു തറവാടിയെയാണ് ഈ ഫോർ എലിഫൻറ്റ് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഇത് അരുവല്ലൂർ എന്ന മനോഹര ഗ്രാമം. കാണവിള തറവാടും മഹാദേവൻ എന്ന ഐശ്വര്യമൊത്ത കൊമ്പനും ഇവിടെയാണുള്ളത്. പച്ചപ്പിൻ്റെ സമൃദ്ധിയാണിവിടെ എങ്ങും. അമ്പലവും കുളവും നാട്ടിടവഴിയുമെല്ലാം ചേരുമ്പോൾ ഏത് ഹൃദയവും ഇവിടെ ഒന്ന് നിൽക്കും, ഇവനെ ഒന്ന് നോക്കും. കൊള്ളാമിടെ, നീ ഭാഗ്യം ചെയ്തവൻ തന്നെ എന്ന് പറയും. പച്ചപ്പിൻ്റെ സാന്നിധ്യം ഒരു ധന്യതയാണ് മനുഷ്യനും മൃഗങ്ങൾക്കും. അത് ഒരാശ്രമശാന്തി നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് ഇവൻ ഈ തറവാട്ടുമുറ്റത്ത് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കുളത്തൂർ എന്ന ഗ്രാമത്തിലാണ് അരുവല്ലൂർ. അരുവല്ലൂരുകാർക്ക് നാടിനെക്കുറിച്ച് പറയുവാൻ കാണവിള മഹാദേവ ക്ഷേത്രം മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് മഹാദേവൻ എന്ന ഈ കൊമ്പൻ ഇവിടേക്ക് വരുന്നത്. അതൊരു വെറും വരവായിരുന്നില്ല. വാങ്ങിയവർക്കും വരവ് കണ്ടു നിന്നവർക്കും ഒരുപോലെ ഐശ്വര്യം പകർന്നു നൽകിയ വലതുകാൽ വെച്ചുള്ള വരവായിരുന്നു. ചിലരങ്ങനെയാണ്, വരുമ്പോൾ എല്ലാം കൊണ്ടിങ്ങി പോരും, ഒന്നും മിച്ചം വയ്ക്കില്ല. ചിലപ്പോൾ അതൊരനുഗ്രഹമായിരിക്കും. മഹാദേവൻ വന്നത് അഷ്ട ഐശ്വര്യങ്ങളുമായാണ്. അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവൻ ഈ തറവാട്ടിലേക്ക് കടന്നു വരുന്നത്. കാണവിള തറവാട്ടിലെ ആനക്കമ്പക്കാരനായ വക്കീൽ KR സുകുമാരൻ നായരാണ് ആ സാഹസം കാണിച്ചത്. അന്നത് തികച്ചും ഒരു സാഹസം തന്നെയായിരുന്നു. വടക്കൻ ജില്ലക്കാർ കാണിക്കുന്ന ആനപ്രേമവും ഉത്സാഹവും ഒന്നും ഇപ്പോഴും തെക്കൻ ജില്ലക്കാർക്കില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു ആനപ്രേമി പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്ക് ആനകളെ കാണുവാൻ മാത്രം ഓടി നടക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ മറ്റൊരു ആനപ്രേമി അത്രയും ആവേശമൊന്നും പൊതുവെ കാണിക്കാറില്ല. എന്നാൽ നെയ്യാറ്റിൻകര ബാറിലെ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന KR സുകുമാരൻ നായർ വല്ലാത്തൊരു ആനക്കമ്പക്കാരനായിരുന്നു. ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്ക് തലപ്പൊക്കമുള്ള ആനകളെ കാണുവാൻ പോവുക മാത്രമല്ല, എന്നെങ്കിലും തൻ്റെ തറവാടിൻ്റെ മുറ്റത്ത് അതിലൊരാനയെ നിർത്തണമെന്നും അഡ്വക്കേറ്റ് സുകുമാരൻ നായർ ആഗ്രഹിച്ചിരുന്നു. അത്തരമൊരാഗ്രഹം വക്കീലിൻ്റെ തികച്ചും സ്വകാര്യമായൊരാഗ്രഹമായിരുന്നു. അന്നേ വരെ ആനകളൊന്നും നിന്നിട്ടില്ലാത്ത തറവാട്ടിൽ അങ്ങനെ ഒന്നിനെ കൊണ്ടുവരുന്നതിൽ മറ്റുള്ളവർക്ക് താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കുന്ന ആളായിരുന്നില്ല അഡ്വക്കേറ്റ് സുകുമാരൻ നായർ. കാലവും സമയവും ഒത്തുവരുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. കോട്ടയം കൈതയിൽ പാലം പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് എന്ന ആന വ്യാപാരി അസമിൽ നിന്നും ഇവനെയും കൊണ്ടുവരുന്നത് അക്കാലത്തായിരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ വക്കീലിന് ആനയെ ഇഷ്ടമായി. ആസാംകാരൻ്റെ ചുറുചുറുക്കും ഉത്സാഹവും അത്രത്തോളമായിരുന്നു. മോഹവില നൽകി ഇവനെ സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടുകാർ അമ്പരന്നുപോയി. വക്കീൽ അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പലരും പ്രതിഷേധിച്ചു. വക്കീൽ കുലുങ്ങിയില്ല. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അതൊരു വിശേഷപ്പെട്ട കാഴ്ചയായിരുന്നു. അന്നേ വരെ ആ ദേശത്ത് ഒരിടത്തും ആരും ഒരാനയെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ത്രില്ല് അഡ്വക്കേറ്റ് KR സുകുമാരൻ നായർ ശരിക്കും ആസ്വദിച്ചു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അമ്മ വീട് വിട്ടുപോയി. വക്കീൽ അതിലൊന്നും കുലുങ്ങിയില്ല. ഒടുവിൽ പോയ അതേ വേഗത്തിൽ തന്നെ മഹാദേവൻ്റെ ആരാധികയായി അമ്മ മടങ്ങി വന്നു. ആരെയും സ്നേഹം കൊണ്ട് കീഴടക്കുവാനുള്ള ഇവൻ്റെ സവിശേഷമായ കഴിവിന് അതൊരു ഉദാഹരണമാണ്. ഒത്തിരി നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അഡ്വക്കേറ്റ് KR സുകുമാരൻ നായർ ഈ ലോകം വിട്ടുപോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആനയുടെ ചുമതല മകൻ അഡ്വക്കേറ്റ് രാജാറാമിനെ ഏൽപ്പിച്ചിരുന്നു. പിതാവിനെ പോലെ തന്നെ ഒരു ആനക്കമ്പക്കാരനാണ് മകനും. അച്ഛൻ എത്രത്തോളം സ്നേഹം നൽകിയാണോ ആനയെ വളർത്തിയത്, അതിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നിലേക്ക് പോകുവാൻ മകൻ തയ്യാറല്ല. എൻ്റെ പേര് രാജാറാമെന്നാണ്. ഞാൻ നെയ്യാറ്റിൻകര വാർഡിലെ അഭിഭാഷകനാണ്. ഇത് കാണവിള മഹാദേവൻ എന്ന ആനയെ 2000 എൻ്റെ അച്ഛനായിട്ട് വാങ്ങിയതാണ്. 2004 അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഇതിനെ തുടർന്ന് പരിപാലിച്ചു പോരുന്നു. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ്റെ സ്വഭാവമാണ് പ്രത്യേകത. ആർക്കും എപ്പോൾ വേണോ കടന്നു ചെല്ലാവുന്ന ഒരു ആനയാണ്. കെട്ടിയെഴുപ്പ് വേണ്ട,
ഏത് പാപ്പാനെ വേണോ അഴിച്ചുകൊണ്ട് പോവാം. പണിയുന്ന കാര്യത്തിലായിരുന്നാലും എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായിരുന്നാലും എല്ലാത്തിനും വളരെ സൗമ്യശീലനാണ്. അവൻ്റെ അവയവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇറക്കമുള്ള തുമ്പി, അത്യാവശ്യം തീരെ മോശമല്ലാത്ത കൊമ്പുകൾ, നല്ല ഒഴുകി ഇറങ്ങിയ മദകരി, ചക്രപ്പോലുള്ള മദകരി, ഇത്തരത്തിലുള്ള അവയവ പൊരുത്തമുള്ളൊരാനയാണ്. സാമാന്യം ഭേദപ്പെട്ട സ്വഭാവം, ഒരു ശരാശരി വലിപ്പമുള്ളൊരാന, 9 അടി കഷ്ടി. 2000 കാലയളവിൽ കോട്ടയം ജില്ലയിലെ കൈതേപ്പാലം പാപ്പാലപ്പറമ്പൻ എന്നറിയപ്പെടുന്ന പോത്തൻ വർഗീസ് സാറിൻ്റെ നിന്ന് വാങ്ങിയതാണ്. അതിനുശേഷം 2004 അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ തുടർന്ന് നടത്തിപ്പോരുന്നു. കാടിൻ്റെ കരുത്തും കാട്ടാറിൻ്റെ ഹൃദയവുമാണ് മഹാദേവന്. ആസാം വനങ്ങളിൽ കാണുന്ന ആനകളുടെ പല സവിശേഷതകളും ഇവനുണ്ട്. മഴ തോരാതെ നിൽക്കുന്ന വനത്തിനുള്ളിൽ ഉത്സാഹത്തിമിർപ്പോടെ വളർന്ന ഒരു പഴയ കാലമാണ് ഇവനുള്ളത്. ആസാമിലെ തെസ്പൂരിലായിരുന്നു ജനനം. നാട്ടാനയായതിനു ശേഷം തടിപിടിക്കലായിരുന്നു പ്രധാന പണി. ഉത്സവപ്പറമ്പുകളിൽ തിടമ്പേറ്റ് നിൽക്കുന്നതിനേക്കാൾ ആനകൾക്ക് അവിടെയൊക്കെ തടിപിടിക്കുന്നതാണ് ഏറെ ഇഷ്ടം.